നമസ്കാരം. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി എന്നുള്ള പേര് തന്നെ കവിത പോലെ മനോഹരമാണ്. പണ്ട് നമ്മൾ സ്കൂൾ എക്സ്കർഷന് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു പേരും കന്യാകുമാരി ആയിരുന്നു. പലരും സ്കൂളിൽ നിന്ന് കന്യാകുമാരി ട്രിപ്പ് വന്നിട്ടുണ്ടായിരിക്കും. ഞങ്ങളിപ്പോ വീണ്ടും 2 ദിവസത്തെ കന്യാകുമാരി സന്ദർശനത്തിനായിട്ട് എത്തിയിരിക്കുകയാണ്. വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നേക്കുവാണ്. ക്ഷേത്ര ദർശനം നമ്മൾ ഇപ്പോൾ കന്യാകുമാരി ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള വാതിലിൽ കൂടിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടുത്തെ കിഴക്ക് വശത്തേക്കുള്ള വാതിൽ അധികം തുറക്കാറില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അതിനു മുമ്പ് നമുക്ക് കന്യാകുമാരി ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഒന്ന് കേൾക്കാം. നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദേവിയുടെ ചരിത്രവും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഇവിടെ ഒന്നുകൂടി പരാമർശിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ഷേത്രവും കാണാം, ക്ഷേത്ര പരിസരവും ത്രിവേണി സംഗമവും ഒക്കെ കാണാം. കൂട്ടത്തില് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കേൾക്കാം. കന്യാകുമാരി അമ്മൻ ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ക്ഷേത്രത്തിന്റെ കഥ ദേവി കന്യാകുമാരിയെ ചുറ്റിപ്പറ്റിയുള്ള പുരാണ വിശ്വാസങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പുരാണ പ്രകാരം അസുര രാജാവായ ബാണാസുരൻ വലിയ ശക്തി നേടി ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിച്ചു പോന്നു. അവന് ഒരു പ്രത്യേക വരവും ലഭിച്ചിരുന്നു. അവനെ കൊല്ലാൻ കഴിയുക ഒരു കന്യകയായ ദേവിക്ക് മാത്രമാണെന്ന്. അതിനാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തോടെ പാർവതി ദേവി കന്യാകുമാരി എന്ന കന്യക രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. എന്നാൽ ദേവി കന്യാകുമാരി ശിവനെ വിവാഹം കഴിക്കാൻ വേണ്ടി തപസ് ചെയ്തു. വിവാഹ ദിവസം ശുചീന്ദ്രം ക്ഷേത്രഭാഗത്ത് നിന്ന് ശിവൻ വരികയായിരുന്നു. എന്നാൽ ദേവന്മാർക്ക് ബാണാസുരനെ കൊല്ലാൻ ദേവി കന്യകയായിരിക്കണം എന്നതിനാൽ നാരദ മഹർഷി ഒരു തന്ത്രം പ്രയോഗിച്ചു. പുലർച്ചെ ആയിട്ടില്ലെങ്കിലും കോഴി കൂവിച്ചതായി തോന്നിക്കുന്ന വിധത്തിൽ ശബ്ദമുണ്ടാക്കി. അതായത് ദേവിയും ശിവനും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു. വിവാഹ സമയം എന്ന് പറയുന്നത് പാതിരാത്രിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ, അതായത് കോഴി കൂവുന്നതിന് മുൻപ് ഒരു ധന്യ മുഹൂർത്തത്തിലായിരിക്കും മഹാദേവൻ ദേവിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്നായിരുന്നു. എന്നാൽ കോഴി കൂവുന്ന ശബ്ദം കേട്ടപ്പോൾ സമയം കഴിഞ്ഞുവെന്ന് കരുതി ശിവഭഗവാൻ തിരികെ പോയി. ഇതറിഞ്ഞ ദേവി ആകെ നിരാശയായി. വിവാഹത്തിനായി ഒരുക്കിയിരുന്ന അരിയും ഭക്ഷണ സാധനങ്ങളും എല്ലാം പിന്നീട് കല്ലുകളും മണലുകളുമായി എന്നാണ് വിശ്വാസം. അതാണ് കന്യാകുമാരിയിൽ പലതരത്തിലുള്ള പല കളറുകളിലുള്ള മണലുകളായി പിന്നീട് രൂപപ്പെട്ടതെന്നാണ് വിശ്വാസികളുടെ വിശ്വാസം. ഇവിടെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ചുമന്ന കളറിലെ മണല് ദേവിയുടെ കുങ്കുമമായിരുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ അരിയും ചോറും അങ്ങനത്തെ സാധനങ്ങൾ വെള്ള കളറിലെ മണലായി മാറിയെന്നും മറ്റുള്ള വസ്തുക്കള് കല്ലും ഒക്കെയായി മാറി എന്നാണ് വിശ്വാസം. മഹാദേവന്റെയും ദേവിയുടെയും വിവാഹം മുടങ്ങിയ ശേഷം ബാണാസുരൻ ദേവിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു. ദേവി അത് നിരസിച്ചതോടെ യുദ്ധമുണ്ടായി. ഒടുവിൽ ദേവി ബാണാസുരനെ വധിച്ചു, ലോകത്തെ രക്ഷിച്ചു. അതിനുശേഷം ദേവി കന്യാകുമാരി അമ്മനായി ഇവിടെ വാഴുന്നു എന്നാണ് വിശ്വാസം. ഇതാണ് കിഴക്കു ഭാഗത്തെ വാതില്. ഈ വാതിൽ തുറക്കാത്തതിനൊരു റീസൺ ഉണ്ട്. അതായത് ദേവി കന്യാകുമാരിയുടെ മൂക്കുത്തിക്ക് ഭയങ്കര പ്രകാശമാണ്. ഇവിടുത്തെ ലൈറ്റ് ഹൗസിലെ ലൈറ്റിനേക്കാളും പ്രകാശമാണ്. അപ്പോൾ പല പ്രാവശ്യവും നാവികർക്ക് ലക്ഷ്യം തെറ്റിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ വാതിൽ തുറക്കാത്തത്. അത് വർഷത്തിൽ 5 പ്രാവശ്യം മാത്രം, ഇവിടുത്തെ ഉത്സവത്തിന് മാത്രമേ ആ വാതിൽ തുറക്കാറുള്ളൂ.
ദേവിയുടെ മൂക്കൂത്തിയുടെ പിന്നിലും ഒരു കഥയുണ്ട്. അതായത് പണ്ട് തിരുവിതാംകൂറില് ഒരു മരം വെട്ടുകാരനായ ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളായിരുന്നു. തുടരെ പെൺകുട്ടികൾ ഉണ്ടായപ്പോഴെല്ലാം അദ്ദേഹത്തിന് സങ്കടമായിരുന്നു. 4ാമത്തെ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അദ്ദേഹം ആകെ നിരാശനായി. എന്നാ പിന്നെ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഒരു പാമ്പിന്റെ പൊത്തിൽ കൈയിട്ടു. പാമ്പ് കടിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഒരു നാഗവൈഡൂര്യമാണ് ആ പൊത്തിൽ നിന്നും കിട്ടിയത്. അത് അദ്ദേഹം അന്നത്തെ തിരുവിതാംകൂർ രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ രാജാവ് സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണ നാണയങ്ങളും പണക്കിഴിയും ഒക്കെ സമ്മാനമായി നൽകി വിടുകയും ചെയ്തു. എന്നാൽ അന്ന് രാത്രി രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഒരു കന്യകയായ കുട്ടി പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് ചോദിച്ചു അത്രേ, അങ്ങേക്ക് കിട്ടിയ നാഗവൈഡൂര്യം വെച്ച് എനിക്കൊരു മൂക്കുത്തി ഉണ്ടാക്കി തരാവോ എന്ന്. പിറ്റേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തിയ രാജാവ് അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ച് പൂജാരിമാരോട് അറിയിച്ചു. അപ്പോൾ പൂജാരിമാര് രാജാവിനോട് പറഞ്ഞു, ഒരു സംശയവുമില്ല, ഇത് കന്യാകുമാരി ദേവി തന്നെയാണ് അങ്ങയോട് മൂക്കുത്തി പണിത് തരുമോ എന്ന് ചോദിച്ചതെന്ന്. അങ്ങനെയാണത്രേ രാജാവ് ദേവിക്ക് മൂക്കുത്തി, ആ വൈഡൂര്യം കൊണ്ട് മൂക്കുത്തി പണിത് കൊടുത്തത്. അത്രയും സ്പെഷ്യലായ ഒരു വൈഡൂര്യം കൊണ്ടാണ് ആ വൈഡൂര്യത്തിന് ഇത്രയും തിളക്കം എന്നാണ് വിശ്വാസികൾ കരുതപ്പെടുന്നത്. ഇതാണ് ത്രിവേണി സംഗമം. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സന്ധിക്കുന്ന ഒരു സംഗമ സ്ഥാനമാണ് ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഇവിടെ വന്ന് മുങ്ങിക്കുളിച്ചാൽ ഒരു മനുഷ്യായുസ്സിൽ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാം എന്നാണ് വിശ്വാസം. അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. ബാണാസുരനെ ദേവി വധിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ദേവിയോടൊരു വരം ചോദിച്ചിരുന്നു അത്രേ. അദ്ദേഹം ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാനായിട്ട് ഒരു സ്ഥലം കാണിച്ചു തരാവോ എന്ന്. അന്നേരം ദേവി കാണിച്ചു കൊടുത്ത സ്ഥലമാണത്രേ ത്രിവേണി സംഗമം. അന്നു മുതലാണ് ഈ ത്രിവേണി സംഗമം എല്ലാവരും ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് മുങ്ങിക്കുളിച്ചാൽ പാപങ്ങൾ തീരും എന്നുള്ള വിശ്വാസത്തില് ഭക്തർ ഇവിടെ വന്ന് മുങ്ങിക്കുളിക്കുന്നത്. ഇവിടുത്തെ ഈ കൽമണ്ഡപത്തിനടുത്ത് നിന്ന് കഴിഞ്ഞാൽ ത്രിവേണി സംഗമം മാത്രമല്ല, സൂര്യോദയവും സൂര്യാസ്തമയവും ഒരുപോലെ മനോഹരമായി കാണാൻ കഴിയുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഭാരതത്തിലെ ശക്തിപീഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കന്യാകുമാരി ദേവി ക്ഷേത്രം. അതുപോലെ തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ഒരു ദേവീക്ഷേത്രം എന്ന വിശ്വാസവും കന്യാകുമാരി ദേവീക്ഷേത്രത്തിനെ കുറിച്ചുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായി അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.